അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഗാർഡനിൽ മിസ്റ്റേക്ക് ആയിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ തെറ്റായ രീതിയിൽ നമ്മൾ ഗാർഡനിൽ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ തെറ്റായ രീതിയിൽ ജലസേചനം നൽകുന്ന ഒരു കാര്യമാണ്. നട്ടുച്ചയ്ക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന ആളുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം മൊത്തം ഇവാപ്പറേറ്റ് ആയിട്ട് പോവുകയും ചെയ്യും. ഭയങ്കര ഹീറ്റ് കാരണം ചെടിക്ക് ഡാമേജ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പലരും പറഞ്ഞത് നട്ടുച്ചയ്ക്ക് ചെടിക്ക് ഒരിക്കലും വെള്ളം ഒഴിക്കാൻ പാടില്ലെന്ന്. എല്ലാ ദിവസവും രാവിലെയാണ് ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ എല്ലാ പ്രാവശ്യവും രാവിലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. മറിച്ച് നമ്മൾ വൈകിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ വൈകിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. രാവിലെ വൈകുന്നേരം വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ അതേ സമയങ്ങളിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ മിസ്റ്റേക്കാണ് നമ്മുടെ ഗാർഡനിലൊക്കെ വലിയ വലിയ മരങ്ങളുണ്ടാവും. ഒരു ഉപകാരമില്ലാത്ത മരങ്ങളൊക്കെ നമ്മുടെ ഗാർഡനിൽ മുറ്റത്തൊക്കെ ഉണ്ടാവും. ഇങ്ങനെ വലിയ മരങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിലുള്ള ചെടികളൊന്നും നല്ല രീതിയിൽ പൂവിടുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ വളരുകയോ ചെയ്യില്ല. ഇതിന് കാരണം എന്ന് വെച്ചാൽ ചെടികൾക്ക് വേണ്ട ആവശ്യമുള്ള സൂര്യപ്രകാശം ഈ വലിയ മരങ്ങളുടെ ഇലകളിൽ തട്ടിട്ട് അത് കൊണ്ടുപോകും. അപ്പം ചെടികൾക്ക് ആവശ്യമുള്ള സൂര്യപ്രകാശം കിട്ടാതെ വരും. അങ്ങനെ കിട്ടാതെ വരുമ്പോൾ ചെടികൾ ഡള്ളായി വരും, ചെടികൾക്ക് ഒരു ഉന്മേഷമില്ലാത്ത രീതിയിലേക്ക് വരും. ചില മരങ്ങൾക്കടിയിലൊക്കെ ചില ചെടികൾ വെച്ച് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചെടി ഇങ്ങനെ കുത്തനെ പോകുന്നല്ലാതെ ശാഖകൾ ഉണ്ടാവില്ല, പൂക്കൾ ഉണ്ടാവില്ല, എനർജി ഉള്ള ചെടിയായിട്ട് നിൽക്കില്ല. അത് നല്ലൊരു എനർജി ഉള്ള ചെടിയായിട്ട് ചെടി കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് സൂര്യപ്രകാശം അതിന് കിട്ടണം. എത്ര ശതമാനം സൂര്യപ്രകാശം വേണം, 10% സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ ഏത് ചെടിയും അതിന്റേതായിട്ടുള്ള രീതിയിൽ വളർച്ച കൈവരിക്കുള്ളൂ. അങ്ങനെ വളർച്ച കൈവരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നോക്കുക നിങ്ങളുടെ ചെടി ഏത് ഭാഗത്താണ് നിൽക്കുന്നത്, ഏതെങ്കിലും മരത്തിന് ചോട്ടിലാണോ നിൽക്കുന്നതൊക്കെ നോക്കുക. അപ്പോൾ ഗാർഡനിൽ ആവശ്യമില്ലാതെ വലിയ മരങ്ങളൊക്കെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് മുറിച്ച് ഒഴിവാക്കാൻ പറ്റുമോ നോക്കുക. എന്നിട്ട് ഗാർഡൻ നല്ല രീതിയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടാവും വീട്ടുമുറ്റത്ത് മരങ്ങളുണ്ടാവും, മരത്തിന്റെ ചോട്ടിലേക്ക് നിങ്ങൾ ചെടികൾ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ എന്തുകൊണ്ടാണ് പൂക്കളിടാത്തതെന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കാരണമാണ് അതിൽ മെയിനായിട്ട് വരുന്നത് കാരണം. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ ഇൻഡോർ പ്ലാന്റുകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓവറായിട്ട് കെയർ ചെയ്യും. ഇൻഡോർ പ്ലാന്റ് വളരെ ഓവറായിട്ട് നമ്മൾ കെയർ ചെയ്യുന്ന കാണാറുണ്ട്. ഇങ്ങനെ വളരെ ഓവറായിട്ട് കെയർ ചെയ്യേണ്ട ഒരു ആവശ്യം ഇൻഡോർ പ്ലാന്റിലില്ല. ഇൻഡോർ പ്ലാന്റ് വളരെ സ്വാഭാവികമായിട്ടും വളരെ കുറഞ്ഞ സൂര്യപ്രകാശത്തിൽ വളരെ കുറഞ്ഞ ജലത്തിന്റെ ആവശ്യത്തിലൊക്കെ ജീവിക്കുന്നവരാണ് ഇൻഡോർ പ്ലാന്റുകൾ. അപ്പോൾ ഇൻഡോർ പ്ലാന്റ് നമ്മൾ ഒരുപാട് കെയർ ചെയ്ത് വളരെ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഡോർ പ്ലാന്റുകൾ അത് നശിച്ചു പോകും. പലർക്കും പറ്റുന്ന മിസ്റ്റേക്കാണ് ഇൻഡോർ പ്ലാന്റ് എല്ലാം കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റിനൊക്കെ ഒരുപാട് കെയർ കൊടുക്കുന്നതാണ്. നമ്മൾ ഒരിക്കലും ഇൻഡോർ പ്ലാന്റ് ഒരുപാട് കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം സൂര്യപ്രകാശം കുറഞ്ഞ അവസ്ഥയിലും ജലലഭ്യത കുറഞ്ഞ അവസ്ഥയിലൊക്കെ ജീവിക്കാൻ പറ്റിയ പരിസ്ഥിതിയുള്ള ചെടികളാണ് സാധാരണ ഇൻഡോർ പ്ലാന്റുകളായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓവറായിട്ട് കെയർ ചെയ്യേണ്ട ഒരു ആവശ്യം ഇൻഡോർ പ്ലാന്റ് വരുന്നില്ല. അടുത്ത കാര്യമാണ് നമ്മൾ ഗാർഡനിൽ പെസ്റ്റിസൈഡുകൾ അടിക്കുമ്പോൾ നമ്മൾ പലർക്കും പറ്റുന്ന മിസ്റ്റേക്കാണ് പെസ്റ്റിസൈഡ് അടിക്കുമ്പോൾ സൂര്യപ്രകാശം ഉള്ള സമയത്ത് പെസ്റ്റിസൈഡ് അടിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം പെസ്റ്റിസൈഡ് അടിച്ചാൽ മാത്രമേ തോട്ടത്തിലുള്ള കീടങ്ങളെല്ലാം നമ്മുടെ തോട്ടത്തിൽ പോകുള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും പെസ്റ്റിസൈഡ് അടിക്കാൻ നമുക്ക് ഒരിക്കലും കീടങ്ങൾ നശിപ്പിക്കാൻ പറ്റുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും പകൽ സമയങ്ങളൊക്കെ എല്ലാവരും ഫ്രീ ആയിട്ടുണ്ടാവും. ആ സമയങ്ങളിൽ എല്ലാവരും പോയിട്ട് പെസ്റ്റിസൈഡ് ഒക്കെ അടിച്ചു കൊടുക്കും. പക്ഷേ സംഭവിക്കുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ കീടനാശിനി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യപ്രകാശത്തിൽ അതെല്ലാം ഇവാപ്പറേറ്റ് ആയിട്ട് പോകും. ഒരു 10-20 മിനിറ്റ് നേരം മാത്രമേ ഇത് ചെടികൾ തങ്ങി നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 10-20 മിനിറ്റ് നേരം ചെടികളിൽ ഈ കീടനാശിനി തങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ വേണ്ടത്ര കീടങ്ങൾ നശിക്കാതെ വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം എന്താ വെച്ചാൽ വൈകിട്ട് സൂര്യൻ അസ്തമിച്ച ശേഷം നമ്മൾ കീടനാശിനികൾ ചെടിയിൽ തളിച്ചു കൊടുക്കുക. അങ്ങനെ തളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ടും ഒരു 100% നിങ്ങൾക്ക് അതിൽ വിജയം കിട്ടും. മറിച്ച് നമ്മൾ സൂര്യപ്രകാശം ഉള്ള സമയങ്ങളിൽ കീടനാശിനി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ കീടനാശിനി അടിച്ചിട്ടും കീടങ്ങൾ പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണോ നിങ്ങൾ കീടനാശിനി അടിക്കാറുള്ളത് എന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ കീടനാശിനി അടിക്കാറുള്ളെങ്കിൽ ഇനി മുതൽ സൂര്യൻ അസ്തമിച്ച ശേഷം അടിക്കാൻ ശ്രമിക്കുക. അടുത്ത കാര്യം നമ്മൾ വളം നൽകുമ്പോൾ അതുപോലെ കീടനാശിനി അടിക്കുന്ന പോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ വളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ പല NPK പ്രോഡക്റ്റും വാട്ടർ സൊല്യൂബിൾ ആണ്. വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള NPK പലതും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വാട്ടർ സൊല്യൂബിൾ NPK ഒക്കെ ചെയ്യുമ്പോൾ സൂര്യൻ അസ്തമിച്ച ശേഷം മാത്രം നമ്മൾ അപ്ലൈ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. സൂര്യൻ അസ്തമിച്ച ശേഷം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ കീടനാശിനിക്ക് പറ്റിയ അതേ പ്രശ്നം തന്നെ ഇതിന് സംഭവിക്കും. എല്ലാം ഇവാപ്പറേറ്റ് ആയിട്ട് പോകും. ചെടിക്ക് വേണ്ടത്ര പോഷകങ്ങൾ കിട്ടില്ല. കുറഞ്ഞത് ഒരു മണിക്കൂർ നേരം വളം ഇലയിൽ തങ്ങി നിൽക്കണമെങ്കിൽ മാത്രം അത് വലിച്ചെടുത്ത് വേണ്ടത്ര ആഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക. സൂര്യൻ അസ്തമിച്ച ശേഷം മാത്രം വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള NPK അപ്ലൈ ചെയ്യുക. അങ്ങനെയെങ്കിൽ മാത്രമേ കൂടുതലായിട്ട് ചെടിക്ക് അത് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം അതെല്ലാം അന്തരീക്ഷത്തിലേക്ക് ബാഷ്പീകരിച്ചു പോകും. പലരും മടി കാരണം കളകൾ പറിക്കാതെ ഇടുന്ന കാണാറുണ്ട്. നമ്മൾ പലപ്പോഴും കളകൾ നിസ്സാരവൽക്കരിച്ചിട്ട് നമ്മൾ കളകളെല്ലാം ഒഴിവാക്കിയിരുന്ന കാണാറുണ്ട്. നമ്മൾ ഒരിപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ചെടിച്ചട്ടിൽ വളരുന്ന കളകൾ ടോട്ടലി താഴ്ത്തി കളയും. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്ത് വളം ചെടിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ഫസ്റ്റ് എല്ലാം വലിച്ചെടുക്കുന്ന ഈ കളകളാണ്. അപ്പോൾ കളകൾ നമ്മൾ ഒഴിവാക്കാതെ വളം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വളവും ഈ കളകൾ വലിച്ചെടുക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. വീട് മാനേജ്മെന്റ് നമ്മൾ മെയിൻ ആയിട്ട് ഗാർഡനിങ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വീഡ്സ് എല്ലാം ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ചെടി മെച്ചപ്പെടുന്ന കാണാറില്ല. പ്രത്യേകിച്ച് നൈട്രജന്റെ കുറവ് സാധാരണ കാണാറുള്ളത് ഇങ്ങനെ ഒരുപാട് കള കയറിയ ചട്ടികളിലാണ്. അപ്പോൾ കള കയറിയ ചട്ടികളിലുള്ള പല ചെടികളും മഞ്ഞളിച്ച് വരുന്നത് കാണാറുണ്ട്. ഈ മഞ്ഞളത്തിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ കളകൾ ആ ചെടിക്ക് വേണ്ട നൈട്രജൻ എല്ലാം മണ്ണിന് വലിച്ചു. അപ്പോൾ നിങ്ങൾ എപ്പോഴും വളം ചെയ്യുന്നതിന് മുൻപായിട്ട് എല്ലാ കളകളും പറിച്ചു ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കുക. പ്രത്യേകിച്ച് പച്ചക്കറിയൊക്കെ ചെയ്യുന്ന ഒരാളാണ് തീർച്ചയായിട്ടും കളകൾ വളരെ പെട്ടെന്ന് നിങ്ങൾ മാനേജ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് കളകൾ വളരുകയും അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കളകൾ കറക്റ്റ് സമയത്ത് നമ്മൾ ഒഴിവാക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വളങ്ങളൊന്നും ചെടിക്ക് കിട്ടില്ല, എല്ലാം കളകൾ കൊണ്ടുപോകും. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് തോട്ടത്തിൽ ചെറിയ ഒച്ചുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമല്ല, ഒച്ചുകളെല്ലാം പോയിക്കൂടുന്ന് വിചാരിച്ച് നമ്മൾ ഒഴിവാക്കി കളയും. പക്ഷെ നമ്മൾ ഒച്ചുകൾ നിസ്സാരവൽക്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒച്ചുകളെല്ലാം വീണ്ടും പെറ്റി വരും. ഒരുപാട് എണ്ണമായി കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അങ്ങനെ ഒരുപാട് ഒച്ചുകളായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പെസ്റ്റിസൈഡ് അടിച്ചു കഴിഞ്ഞാൽ 100% നമ്മുടെ തോട്ടത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. തീർച്ചയായും ഈ മഴക്കാലങ്ങളാണ് ഒച്ചുകളുടെ ശല്യം കൂടുതലായിട്ട് വരിക. അപ്പോൾ മഴക്കാലങ്ങളിൽ ഒച്ചുകളുടെ ശല്യം വന്നിട്ടുണ്ടെങ്കിൽ 1-2 ഒച്ചുകളൊക്കെ തോട്ടത്തിലേക്ക് ആദ്യം കാണുന്നുള്ളെങ്കിൽ ഉടൻ തന്നെ അവർ പെറുക്കിയെടുത്ത് നമ്മൾ നശിപ്പിക്കാൻ ശ്രമിക്കണം. എത്രത്തോളം നമുക്ക് പെറുക്കിയെടുത്ത് ഒഴിവാക്കാൻ പറ്റും അത്രയും നമ്മൾ പെട്ടെന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ വരാൻ പോകുന്ന വലിയൊരു പ്രശ്നം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ പല ആളുകൾക്കും
പറ്റുന്ന മിസ്റ്റേക്കാണ്. തോട്ടത്തിൽ ഒന്നോ രണ്ടോ ഒച്ചകളെ കാണുമ്പോൾ അവർ ഒന്നോ രണ്ടോ ഒച്ചല്ല അതങ്ങ് ചത്തു പോയിക്കൊള്ളു എന്ന് വെച്ചിട്ട് പലരും അത് നിസ്സാരവൽക്കരിച്ച് കളയാറുണ്ട്. ഇങ്ങനെ നിസ്സാരവൽക്കരിച്ച് കളഞ്ഞ പലരുടെയും തോട്ടത്തിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഒച്ചകൾ നിൽക്കുന്നുണ്ട്. ചെടികളിൽ ഒച്ച വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കോളനി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവയെ നമുക്ക് അത്ര പെട്ടെന്ന് നമ്മൾ തുറന്ന് ഒഴിവാക്കിയെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പം പല പെസ്റ്റിസൈഡുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് ഒച്ചകളുടെ ശല്യം വരും. അപ്പോൾ ഒച്ചകൾ ഒന്നോ രണ്ടോ നിങ്ങളുടെ തോട്ടത്തിൽ ഉള്ളെങ്കിൽ അത് വേഗം എടുത്തിട്ട് വേഗം നശിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അടുത്തൊരു മിസ്റ്റേക്കാണ് പലരും പൂടാനുള്ള ചെടികൾക്ക് ചാണകവെള്ളം കലക്കി ഒഴിക്കുന്ന പരിപാടി. മുൻപത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൂടാൻ പോകുന്ന ചെടികൾക്ക് ചാണകവെള്ളം കലക്കി വയ്ക്കാൻ പാടില്ല എന്ന് മുൻപത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ അതിനെ ആവർത്തിക്കുകയാണ്. ഒരിക്കലും നമ്മൾ പൂടാനോ അല്ലെങ്കിൽ കായ്ക്കാനുള്ള ചെടികൾക്ക് ചാണകവെള്ളം നമ്മൾ ഓവറായിട്ട് കലക്കി ഒഴിക്കാൻ പാടില്ല. കുറച്ചൊക്കെ ഒഴിച്ച് കൊടുക്കുന്ന പ്രശ്നമില്ല. നമ്മൾ ഓവറായിട്ട് ചാണകവെള്ളം കലക്കി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂടാനുള്ള ടെൻഡൻസി പോകും. പകരം അത് ഇലകളും അതുപോലെ തണ്ടുകളൊക്കെ വളരെ വൈൽഡായിട്ട് വളരാൻ തുടങ്ങും. കാരണം ഈ പച്ച ചാണകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. അപ്പോൾ നൈട്രജൻ കണ്ടന്റ് ചെടികൾ ഒരുപാട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി ഇലകളും അതുപോലെ തണ്ടൊക്കെ ഒരുപാട് വലുതാവാനേ ശ്രമിക്കുള്ളൂ. പൂക്കളിടാനുള്ള ടെൻഡൻസി ചെടിക്ക് വരില്ല. അപ്പൊ നിങ്ങൾ പൂടാനും അതുപോലെ കായ്ക്കാനൊക്കെ ആ ചെടിക്ക് ചാണകവെള്ളം കലക്കി ഒഴിക്കുന്നത് മാക്സിമം കുറയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ ഏതൊക്കെയാണ് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. വിജയം നേടാനുള്ള ഒരു ചെറിയ ടിപ്പായിട്ട് കരുതിയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.